പ്രിൻസിയാന്റെ ബിടെക് ട്യൂട്ടർ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബിടെക് പെൻഗിനുകളെ കുറിച്ചാണ്. ഈ ബിടെക് പെൻഗിൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ഒറ്റപ്പെട പോകുന്ന, സപ്ലി അടിച്ച, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന, തണുപ്പിലേക്ക് ഓടിക്കയറുന്ന അല്ലെങ്കിൽ തണുപ്പ് മലകളിലേക്ക് ഓടിക്കയറുന്ന പെൻഗിനുകളെ പോലെ തന്നെ ഇവർക്ക് എന്തെഴുതണം ഏതെഴുതണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗിന്റെ പേപ്പറുകൾ 56 ഒരുമിച്ചെടുത്ത് എഴുതിയെടുത്ത ഒരാളാണ് ഞാൻ. അതും വിത്തിൻ ഒരു 6 മന്ത് 7 മന്ത് കാലഘട്ടം തന്നെ. അപ്പോൾ ആ ഒരു എഴുതിയതിനു ശേഷമാണ് ഞാൻ ഗേറ്റിന് പോകുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എഴുതി പാസ്സായ ഡീറ്റെയിൽസ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ 56 സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ അറിയാം, ഒരു പർട്ടിക്കുലർ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് വരേണ്ട പോയിന്റ്സുകൾ യൂണിവേഴ്സിറ്റി തന്നെ സാറുമാർക്ക് മാർക്ക് ഇടുന്ന സമയത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും അത് മാർക്ക് കിട്ടില്ല. പക്ഷെ ഇന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് മുഴുവൻ മനസ്സിലാക്കിയിട്ടാണോ ഇവർ പഠിക്കുന്നത് ചോദിച്ചാൽ 100% സിൻസിയർലി എനിക്ക് പറയാൻ പറ്റും, ഒരിക്കലുമല്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറയുന്ന കോളേജിലെ സാറുമാർക്കെല്ലാം ഗേറ്റ് കിട്ടണം. ഇനിയും പ്രത്യേകിച്ച് ഒരു കാര്യം, പ്രൈവറ്റ് കോളേജ് പഠിപ്പിക്കുന്ന സാറുമാരെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു M.Tech എടുത്ത് പഠിപ്പിക്കുന്നതും ഒക്കെ ആകാം. ഒരിക്കലും അവർ അത്ര ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സാറുമാരെ എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അവർ ഇല്ലെന്നല്ല. അപ്പൊ ഈ പറയുന്ന ഇവരെ എല്ലാം കോർത്തിണക്കി ഒരു യൂണിവേഴ്സിറ്റി ഒരു പരീക്ഷ ഇട്ടിട്ട് അതിന്റെ മാർക്ക് ഇടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവരൊരു കുറച്ച് കീ പോയിന്റ്സുകൾ കൊടുക്കും. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാകലും മാത്രമാണ് ബിടെക് പാസ്സാകുന്നത്.